ഇന്നത്തെ കാലഘട്ടത്തിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും മുതിർന്നവർ പോലും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ചെറിയ കുട്ടി ഈ ഒരു കാര്യം ഹൃദയസ്ഥമാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു വീഡിയോ വീണ്ടും ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ വീഡിയോ എൻ്റെ ഉത്തര ഉണ്ണി എന്ന് പറയുന്ന ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ താഴെ വന്ന ചിലർ, ആരുടെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, ചില വർഗീയവാദികളിനെ എനിക്ക് അത്തരക്കാരെ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. വർഗീയവാദികൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതൊക്കെ പഠിപ്പിച്ച് വെച്ചിട്ട് ഈ ഒരു കുട്ടി വർഗീയതയുടെ വിഷം പാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പഠിപ്പിച്ചെടുത്തിരിക്കുന്നത് കുട്ടിയെ എന്നുള്ള രീതിയിലൊക്കെ വന്ന കമന്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ കമന്റ് ഇട്ട ആളുകളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഇതുപോലെ പഠിപ്പിച്ചെടുക്കുക. അതായത് ഇതിപ്പോൾ ഇസ്ലാം മതത്തിന്റെ ഒരു അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങളാണ് അവർ പഠിപ്പിച്ചെടുത്തിരിക്കുന്നത്. വീട്ടിലുള്ള നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്താണ് ഭഗവത്ഗീത, എന്താണ് രാമായണം, ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ബൈബിൾ എന്താണെന്നും ബൈബിളിലെ വചനങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുക. അതല്ലാതെ മറ്റൊരു കുട്ടി ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് വന്നിട്ട് അത് അങ്ങനെ ആയിപ്പോവും ഇങ്ങനെ ആയിപ്പോവും എന്ന് പറയാതെ അവരവരുടെ വീട്ടിലെ അവരവരുടെ മക്കളെ മാന്യമായിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആത്മീയതകളൊക്കെ പഠിപ്പിച്ച് എടുത്ത് നല്ല രീതിയിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇത് ശരിക്കും അവരവരുടെ മതത്തെക്കുറിച്ച് പോലും ഒരു അറിവില്ല ഇന്നത്തെ കാലത്തെ പിള്ളേർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഈ ഒരു കുട്ടിയുടെ മാതാപിതാക്കളെ നന്നായിട്ട് അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കുട്ടിക്ക് നമ്മൾ വർഗീയ വിഷം തുപ്പല്ല വേണ്ടത്, കുട്ടികൾക്ക് അവരവരുടെ മതത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെങ്കിലും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് വർഗീയത എന്നതിന് അർത്ഥമില്ല, അങ്ങനെ ഒരു അർത്ഥം കൊടുക്കുന്നത് ശരിയല്ല. അപ്പോൾ ഏതൊരു മതത്തിലുള്ള ആളുകൾക്കാണെങ്കിലും, ഇപ്പോൾ ക്രിസ്തു മതത്തിലുള്ള ആളുകൾക്കാണെങ്കിലും ആ ഒരു മതത്തെക്കുറിച്ചിട്ട് ആ ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള കുട്ടി തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം എന്താണ് ക്രിസ്തുമതം എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു കുട്ടി അറിഞ്ഞിരിക്കണം എന്താണ് ഹിന്ദുമതം, എങ്ങനെയാണ് ഹിന്ദുമതം, എന്താണ് ഹിന്ദുമത ആചാരങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. അത് പിന്നെ എങ്ങനെയാണ് സ്വന്തം മാതാപിതാക്കൾക്കേ അറിയില്ല എന്താണെന്ന്, പിന്നെ എങ്ങനെയാണ് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നത്?